നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പം ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളം പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ അരൂര് മുതൽ തുറവൂർ വരെയുള്ള 6 വരി എലിവേറ്റഡ് ഹൈവേയുടെ വീഡിയോ എടുത്തതിന് ശേഷം തിരിച്ച് ആലപ്പുഴ ബൈപ്പാസിൻ്റെയൊക്കെ വീഡിയോ എടുത്തപ്പം ഇവിടെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്തെടുത്തതാണ്. നമുക്കിപ്പം വേറൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേർത്തല മുതൽ കൊമ്മാടി വരെ നമുക്കിപ്പം വലിയ പണിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വർക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ബൈപ്പാസിലും പിന്നെ നമ്മൾ തുറവൂരിൽ നിന്നും ചേർത്തല ആലപ്പുഴ ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തുമായിട്ടാണ് ഇപ്പം വർക്ക് കുറച്ചെങ്കിലും ഉള്ളത്. ഇതിപ്പം നമ്മളിപ്പോൾ ഈ കാണുന്നത് മാരാരിക്കുളം ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഇപ്പം 4 ഇടത്തായിട്ട് പൈലിങ് കഴിഞ്ഞേച്ച് ഇപ്പം ഒരിടത്ത് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതിപ്പം ഞാൻ എപ്പോഴും നമ്മൾ എറണാകുളം ആലപ്പുഴയൊക്കെ ഓട്ടം വരാൻ നേരത്തെ ഇതെപ്പോഴും ഇങ്ങനെ കാണും. അപ്പം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. ഈ ഒരു ഭാഗത്ത് മാത്രം പിന്നീടാണ് ഇപ്പോൾ പൈലിങ്ങും കാര്യങ്ങളും പിയറിൻ്റെ ഘട്ടത്തിലോട്ടുമൊക്കെ എത്തിയത്. അപ്പം ഇത് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഡ്രോൺ വീഡിയോയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു ഭാഗത്തെ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പം ഇച്ചിരിയെങ്കിലും പണിയുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെയാണ്. ഇതേപോലുള്ള ഭാഗത്തൊക്കെയാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തും ഇതേപോലുള്ള ഭാഗത്തൊക്കെയാണ്. ഇപ്പോൾ ചേർത്തലയിൽ ഒരു അണ്ടർപാസ് ഉണ്ട്, അപ്പം അടിപ്പാതയുണ്ട്. അപ്പം അതിൻ്റെയും അവിടെയും പൈലിങ്ങൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ കുറച്ച് വർക്ക് ഫിനിഷായിട്ടുണ്ട്. ഫിനിഷായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 4 ഇടത്ത് പൈലിങ് കഴിഞ്ഞിട്ട് 1 പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അതാണ് നമുക്കിപ്പം എടുത്ത് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇപ്പം നമുക്ക് ഇവിടെ വേറെ പണിയൊന്നും നടന്നിട്ടില്ല. നമുക്കിപ്പോൾ കാണാം ഇവിടെ വലതുഭാഗത്തൊക്കെ ഇനിയും ഓടയുടെ നിർമ്മാണം നടക്കാനുണ്ട്, പോലീസ് സ്റ്റേഷൻ വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട്. അപ്പം പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഓടയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ പിന്നെ വേറെ പണിയൊന്നും നടന്നില്ല. നമുക്കിപ്പോൾ ഇവിടുന്ന് നേരെ ഇപ്പം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ബൈപ്പാസിലോട്ട് പോകുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നോക്കുന്നത്. അപ്പം ഇവിടെ പിന്നെ ഇവിടെ ഒരു 2 ഗർഡറുകളുടെ പണിയും തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വടക്കോട്ട് നോക്കുന്ന ഭാഗത്തും വലിയ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തായാലും അവിടെ വലിയ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെ പിന്നെ കുറച്ച് റിട്ടൈനിങ് വാൾ, അതായത് നമ്മൾ നേരത്തെ വലിയ റിട്ടൈനിങ് വാളാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ആലപ്പുഴ ബൈപ്പാസിനും ചേർത്തലയ്ക്കും ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിരിക്കുന്ന ചെറിയ റിട്ടൈനിങ് വാളാണ്. ഇവിടെ ഇപ്പം നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തായിട്ട് മുമ്പിലായിട്ട് തന്നെ അവിടെ ഇപ്പോൾ ഓടയുടെ നിർമ്മാണത്തിന് വേണ്ടി ഇപ്പം മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ പണി കുറച്ച് പൂർത്തിയായിട്ട് വരുന്നുണ്ട്. നമ്മളിനി നേരെ പോകുന്നത് ഹരിപ്പാട് ഭാഗത്തായിട്ടാണ് പോകുന്നത്. നമ്മളിപ്പം ഹരിപ്പാട് എത്തിയിട്ടുണ്ട്. മാധവ ജംഗ്ഷൻ ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ ആ ഒരു പൈലിങ് 2 ഇടത്തായിട്ട് കഴിഞ്ഞിട്ട് പൈലിംഗ് ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലൂടെ 2 ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്, ഹരിപ്പാട് ജംഗ്ഷൻ ഭാഗത്തേക്ക് വരികയാണ്. ഇവിടുത്തെ കാര്യം പിന്നെ നമുക്ക് നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടതുപോലുള്ള പണിയാണ് നടന്നിട്ടുള്ളത്. ഇത്രയും ഭാഗത്തായിട്ട് അവർ മണ്ണിട്ട് അടിച്ച് നിരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലതു ഭാഗത്തായിട്ട് കുറച്ച് ഓടയുടെ നിർമ്മാണവും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ നമ്മൾ ജംഗ്ഷൻ ഭാഗം വളഞ്ഞ് കയറിയാണ് വരുന്നത്. അപ്പം ഈ വലതു ഭാഗത്ത് കുറച്ച് ബിൽഡിങ്ങുകളുള്ളത് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു സംശയമുണ്ട്, അതാണ്ട് ഈ ഒരു ഇടത്തെ സൈഡിൽ കാണുന്ന ഈ വെള്ള പെയിൻ്റ് അടിച്ച ബിൽഡിങ് പൊളിച്ചു മാറ്റാൻ ബാക്കിയുള്ളതാണോ എന്നും ഒരു സംശയമുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇപ്പം വലതു ഭാഗത്തായിട്ടാണ് ഓടയുടെ നിർമ്മാണം ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇപ്പം ഒരു ബിൽഡിങ് ചെറുതായിട്ടുണ്ടായിരുന്നത് അത് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇപ്പം വലതു ഭാഗത്ത് നമുക്കിപ്പം ഇവിടെ ഹരിപ്പാട് ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പം ഓടയുടെ നിർമ്മാണം കുറച്ചും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇടത് ഭാഗത്തും ഓടയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ഇവിടെ ഹരിപ്പാട് ഭാഗത്ത് വെറ്റ്ലാൻഡിൻ്റെ ആ ഒരു കടയുടെ ഭാഗത്തായിട്ട് എത്തുമ്പോൾ അവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് പിന്നെ പണി തുടങ്ങിയിരിക്കുന്നത്. ഇത്രയും ഭാഗത്തായിട്ട് പിന്നെ മണ്ണെടുത്ത് മാറ്റിയതേ ഉള്ളൂ. ഇവിടെ പിന്നെ നമ്മളെ ആ വെറ്റ്ലാൻഡിൻ്റെ ആ കട കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഓടയുടെ നിർമ്മാണത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പിന്നെ ഇടത്തെ സൈഡിലായിട്ടാണ് പിന്നെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നത്. ഓടയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള PCC ഒക്കെ ചെയ്തു വരുന്നത്. പിന്നെ ഇപ്പം ഇവിടെ പിന്നെ നമ്മൾ മുമ്പോട്ട് വരും തോറും ഇടത്തെ സൈഡിലായിട്ടാണ് പിന്നെ ഓടയുടെ നിർമ്മാണമൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് RK ജംഗ്ഷൻ എത്തുമ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഹരിപ്പാട് വീഡിയോ ചെയ്ത പോലുള്ള കുറച്ച് മാറ്റങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. വലതു ഭാഗത്തായിട്ട് തന്നെ കുറച്ച് ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വലതു ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തും മെറ്റീരിയലിട്ട് നിരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് നേരത്തെയും അതേപോലെ തന്നെ വീഡിയോ കണ്ടതുപോലെ തന്നെ മെയിൻ റോഡ് വരുന്ന ഭാഗത്തും മെറ്റീരിയലിട്ട് നിരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ RK ജംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന ഭാഗത്താണ് പിന്നെ കുറച്ചും കൂടെ പണി തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും.
നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഹരിപ്പാട് മുതലുള്ള വീഡിയോ എടുത്തപ്പോൾ നമ്മൾ ഹരിപ്പാട് ജംഗ്ഷൻ മിസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. നമ്മൾ ആർ.കെ. ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പും ഹരിപ്പാട് ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അത് രാമപുരം വരെയുള്ള വീഡിയോയും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കായംകുളം മുതൽ KPS ജംഗ്ഷൻ വരെയുള്ളൊരു വീഡിയോ നമ്മളൊരു മാസം മുമ്പേ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആരൊക്കെയോ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഹരിപ്പാട് മുഴുവനായിട്ടും കാണിച്ചിട്ടില്ലെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ മാധവ ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിപ്പോൾ നേരെ നങ്ങ്യാർകുളങ്ങര ഭാഗത്തേക്ക് അടുക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിനൊക്കെ നല്ല മികച്ച മാറ്റമാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലുമായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം മെറ്റിലിട്ട് നിരത്തുന്ന ആ ഒരു വണ്ടിയും പിന്നെ ഇപ്പം മെറ്റിലിട്ട് നിരത്തി കുറേയധികം പൂർത്തിയായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇടത്തെ സൈഡിലായിട്ട് പുതിയ പോസ്റ്റൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. വലതുഭാഗത്ത് ഇപ്പം പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടില്ല. ഇടതു ഭാഗത്തായിട്ടാണ് പുതിയ പോസ്റ്റ് സ്ഥാപിച്ചത്. ഇവിടെ ഇപ്പോൾ ലൈൻ കമ്പി അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വണ്ടിയെല്ലാം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പം ഒരു ലൈൻ കമ്പി അഴിച്ചു വിട്ടതിന് ശേഷം ഞങ്ങളെ പറഞ്ഞു വിട്ടു. വീണ്ടും നമ്മൾ മുന്നോട്ട് നങ്ങ്യാർകുളങ്ങര ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ ഇപ്പം കണ്ടിന്യൂ ആയിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും മണ്ണടിച്ച് ലെവൽ ചെയ്തതിന് ശേഷം ഇപ്പം ആ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷമാണ് ക്രാഷ് ബാരിയറുടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലതുഭാഗത്തും കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ പണി വലതുഭാഗത്തായിട്ട് തുടങ്ങാത്തതെന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പോസ്റ്റ് അധികം നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇപ്പം മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പണിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വാഹനങ്ങളൊക്കെ അവരുടെ ആ ഒരു മണ്ണ് നിരത്തുന്ന വണ്ടിയൊക്കെ വന്ന് കയറണമെന്നുണ്ടെങ്കിൽ തന്നെ പോസ്റ്റൊക്കെ നീക്കം ചെയ്താലേ അവർക്ക് എളുപ്പം പണി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് ലൈൻ കമ്പിയൊക്കെ ഇടത്തെ സൈഡിലെ പോസ്റ്റിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി പോസ്റ്റ് നീക്കം ചെയ്യേണ്ട പണിയൊക്കെയാണ് ഇപ്പം നമുക്കിപ്പം ഇടത്തെ സൈഡിലായിട്ട് കാണുന്നത്. ഇവിടെ ഇപ്പം രണ്ട് സൈഡിലുമായിട്ട് മണ്ണ് ഇട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മണ്ണ് കൊണ്ട് ഇടാനുണ്ട്. ക്രാഷ് ബാരിയർ നിർമ്മാണം രണ്ട് സൈഡിലായിട്ട് തുടങ്ങാനുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് മണ്ണിടാനുണ്ട്, മെറ്റിലിട്ട് നിരത്താനുണ്ട്. അതേപോലുള്ള പണികളൊക്കെ തുടങ്ങാനുണ്ട് മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട്. കുറച്ച് സ്ഥലത്ത് മാത്രമായിട്ട് നല്ല രീതിയിൽ തന്നെയുള്ള പണി എന്തായാലും നമ്മൾ ആർ.കെ. ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നങ്ങ്യാർകുളങ്ങര ഭാഗത്തേക്ക് വരുമ്പോഴുള്ള സ്ഥലത്ത് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നങ്ങ്യാർകുളങ്ങര ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ രണ്ട് സൈഡിലുമായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തുന്ന പണി നടക്കുന്നുണ്ട്. ഇവിടെയും പോസ്റ്റുകൾ രണ്ട് സൈഡിലും പഴയ പോസ്റ്റുകളൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ മാറ്റണം. പുതിയ പോസ്റ്റ് രണ്ട് സൈഡിലും സ്ഥാപിക്കാനുണ്ട്. അതേപോലുള്ള പണികളൊക്കെയാണ് നടക്കേണ്ടത്. നമ്മളിപ്പം നങ്ങ്യാർകുളങ്ങര കവലഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പം സുഹൃത്തുക്കളെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവർ വാഹനങ്ങൾ ഇതുവഴി തന്നെ വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പം രണ്ടിടത്തായിട്ട് തന്നെ ബാരിക്കേഡ് വെച്ചിട്ട് പൈലിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്തായിട്ട് തന്നെ ഹിറ്റാച്ചിക്ക് മണ്ണൊക്കെ നീക്കം ചെയ്യുന്ന പണി നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ ആ ഒരു ഭാഗത്ത് തന്നെ ലോഡ് ടെസ്റ്റും ആ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. ടെസ്റ്റ് പൈലിങ് കഴിഞ്ഞേച്ച് അവിടെ ഇപ്പം ലോഡ് ടെസ്റ്റും അതേപോലെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ നങ്ങ്യാർകുളങ്ങര കവല കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ടാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പണി നടന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പം വലതുഭാഗത്തായിട്ട് തന്നെ അവർ മണ്ണിട്ട് കുറച്ചും കൂടെ ഇടിച്ചുറപ്പിക്കുന്ന പണി നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ലെങ്തിലെ ക്രാഷ് ബാരിയർ നിർമ്മാണം തുടങ്ങിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവിടുന്ന് മുമ്പോട്ട് വരുന്തോറും നമുക്ക് കുറച്ചും കൂടെ അവർ മണ്ണിട്ട് ലെവൽ ചെയ്ത് വരുന്ന പണി കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. സത്യത്തിൽ ഇവിടം മുതൽ ഡ്രോൺ വീഡിയോ ചെയ്യണമെന്നാണ് കരുതിയത്. അപ്പോഴത്തേക്ക് ഞാൻ കമൻറ്റ് ചെയ്ത കാര്യം ആലോചിച്ചു. പിന്നെ ഹരിപ്പാട് മാധവ ജംഗ്ഷൻ മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ഡ്രോണിൻ്റെ
ബാറ്ററി ചാർജ് തീർന്നു. ഇവിടുന്ന് നമ്മൾ മുമ്പോട്ട് പോകുന്ന വഴിക്ക് നമുക്കിപ്പോൾ കാണാം, അങ്ങോട്ട് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം വലതുഭാഗത്തായിട്ട് തന്നെ കൂടുതൽ മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് നിരത്തി അവർ നല്ലോണം ഇടിച്ചുറപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലതുഭാഗത്തായിട്ട് തന്നെ അവർ ഓടയുടെ നിർമ്മാണം കുറച്ചും കൂടി അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പം ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റിനകത്തുള്ളത്. നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തെ മാരാരിക്കുളം ഭാഗത്ത് KCC ബിൽക്കോണാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന വീഡിയോയിൽ കാണുന്നത് സ്യൂ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റിനകത്തുള്ളത്. പുതിയൊരു വീഡിയോയുമായി ഉറപ്പായും വരും, കാത്തിരിക്കുക.